വേൾഡ് കപ്പിന് ശേഷം തിരിച്ചുവരവിനൊരുങ്ങി നെയ്മർ ജൂനിയർ. അതെ, ക്ലബ് ഫുട്ബോളിലേക്ക് തിരിച്ചുവരികയാണ് നെയ്മർ. ഇപ്പോൾ സാന്റോസിനായി നെയ്മർ പരിശീലനം ആരംഭിച്ചിരിക്കുന്നു. നിരാശാജനകമായിരുന്ന ഒരു വേൾഡ് കപ്പായിരുന്നു നെയ്മറിന്റേത്. തന്റെ അവസാന ലോകകപ്പിനിറങ്ങിയ നെയ്മറിന് തുടക്കം മുതൽ തന്നെ പരിക്കുകൾ കാരണം ടൂർണമെന്റിലെ മത്സരങ്ങളൊന്നും കളിക്കാൻ സാധിച്ചില്ല. നെയ്മർ ആകെ പന്ത് തട്ടിയത് 38 മിനിറ്റ് മാത്രമാണ്, അതും 2 മത്സരങ്ങളിൽ നിന്നായി. റൗണ്ട് ഓഫ് 16-ൽ നോർവെക്കെതിരെ ബ്രസീൽ പരാജയപ്പെടുകയായിരുന്നു. എന്നാലും നെയ്മർ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. സ്കോട്ട്ലൻഡിനെതിരെ നെയ്മർ 13 മിനിറ്റ് മാത്രമാണ് കളത്തിലിറങ്ങിയത്. എന്നാൽ ആ 13 മിനിറ്റിൽ 3 ചാൻസസ് ആണ് നെയ്മർ ക്രിയേറ്റ് ചെയ്തത്. അവസാന മത്സരത്തിൽ നോർവെക്കെതിരെയും ഒരു ഗോൾ നെയ്മർ പെനാൽറ്റിയിലൂടെ സ്കോർ ചെയ്യുകയുണ്ടായി. വേൾഡ് കപ്പിൽ നിന്നും പുറത്തായ ശേഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സാന്റോസിനായി മത്സരം ആരംഭിക്കാൻ നെയ്മർ പരിശീലനം ആരംഭിച്ചിരിക്കുന്നു. നിലവിലിപ്പോൾ 19 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റുമായി 15ാം സ്ഥാനത്താണ് സാന്റോസ് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം റെലഗേഷനിൽ പെട്ടുപോകേണ്ട സാന്റോസിനെ രക്ഷിച്ചത് നെയ്മറിന്റെ മികച്ച പ്രകടനമായിരുന്നു. ഈ വർഷവും നെയ്മറിന് പരിക്കുകളൊന്നുമില്ലാതെ മികച്ച ഫോമിൽ കളി കാഴ്ചവെക്കാൻ സാധിച്ചാൽ സാന്റോസിനെ മുന്നിലെത്തിക്കാൻ നെയ്മറിന് സാധിക്കും.